എക്സാം കാപ്സ്യൂൾ. എല്ലാ ശ്രോതാക്കൾക്കും എക്സാം കാപ്സ്യൂളിലേക്ക് സ്വാഗതം. ഇന്ന് HST മാത്തമാറ്റിക്സ് പരീക്ഷയുടെ 7ാം മൊഡ്യൂളിനെ കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ടീച്ചേഴ്സ് അക്കാദമിയുടെ മാത്തമാറ്റിക്സ് കോഴ്സ് കോർഡിനേറ്റർ അക്ഷയ് കുമാർ. HST മാത്തമാറ്റിക്സ് മൊഡ്യൂൾ 7-ൽ പ്രധാനമായും ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങൾ റാൻഡം വേരിയബിൾസ് ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ്, സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻസ്, ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ, കൊറിലേഷൻ ആൻഡ് റിഗ്രഷൻ, കർവ് ഫിറ്റിംഗ് എന്നിവയാണ്. ഡിഗ്രി ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഈ ഭാഗങ്ങളിൽ നിന്നും കഴിഞ്ഞ പരീക്ഷകളിൽ പരമാവധി 10 ചോദ്യങ്ങൾ വരെ കണ്ടുവരുന്നുണ്ട്. റാൻഡം വേരിയബിൾസ് അഥവാ അനിയത ചരങ്ങൾ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് അഥവാ സംഭവ്യത വിതരണങ്ങൾ എന്നിവ ഈ മൊഡ്യൂളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഈ മൊഡ്യൂളിൽ കൂടുതൽ ചോദ്യങ്ങളും ഈ ഭാഗത്ത് നിന്നാണെന്ന് കാണുന്നു. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ അഥവാ വേറിട്ട അനിയതചരം, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ അഥവാ തുടർ അനിയതചരം എന്നിവയുടെ പ്രാധാന്യം, ഉദാഹരണങ്ങൾ, ഇവയുടെ സവിശേഷതകൾ എന്നിവ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. ഗണിത പ്രതീക്ഷ, മാധ്യം, വ്യതിയാനം അഥവാ മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ, മീൻ, വേരിയൻസ് എന്നീ ഭാഗങ്ങളിൽ നിന്നും സാധാരണയായി ചോദ്യങ്ങൾ കണ്ടുവരുന്നു. ഗണിത പ്രതീക്ഷയുടെയും അനിയതചരത്തിന്റെയും വ്യതിയാനത്തിന്റെ സവിശേഷതകൾ എന്നീ ഭാഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഭാഗങ്ങളിൽ നിന്നും 1-2 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. എക്സിന്റെ വ്യതിയാനം 2 എങ്കിൽ 2x+4ന്റെ വ്യതിയാനം എത്രയായിരിക്കും എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഗണിത പ്രതീക്ഷയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഈ മൊഡ്യൂളിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് സംഭവ്യത ഘനത്വ ഏകതം അഥവാ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ, സംഭവ്യത സാന്ദ്രത ഏകതം അഥവാ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഇവയുടെ സവിശേഷതകൾ ഉൾപ്പെടുന്ന ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ മൊഡ്യൂളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് അഥവാ സംഭവ്യത വിതരണങ്ങൾ. പ്രധാനമായും യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നീ വിതരണങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. ഓരോ വിതരണങ്ങളുടെയും സവിശേഷതകൾ, അവയുടെ നിർവചനം, ഇവ ഉപയോഗിച്ച് സംഭവ്യതകൾ കണക്കാക്കുന്ന രീതി എന്നിവ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. കൂടാതെ ഓരോ വിതരണങ്ങളും ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണം. ഒരു നല്ല പുസ്തകത്തിലെ ഒരു താളിൽ കാണുന്ന അച്ചടി പിശകുകൾ ഏത് സംഭവ്യതാ വിതരണം ആണ് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ മുൻ പരീക്ഷകളിൽ വന്നു കണ്ടിട്ടുണ്ട്. ബൈവേരിയേറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് മാർജിനൽ, കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻസ് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഈ മൊഡ്യൂളിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് കൊറിലേഷൻ അഥവാ സഹബന്ധം, റിഗ്രഷൻ അഥവാ സമാശ്രയം. സഹബന്ധത്തിന്റെ അർത്ഥം, വ്യത്യസ്ത തരം സഹബന്ധങ്ങളെക്കുറിച്ചും സഹബന്ധ പഠനത്തിനുള്ള വിവിധ രീതികളും ശരിയായ രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്കാറ്റർ ഡയഗ്രാം, കാൾ-പിയേഴ്സൺ സഹബന്ധ ഗുണാങ്കം ഉപയോഗിക്കുന്ന രീതിയും പ്രധാനമാണ്. സഹബന്ധ രീതികളുമായി ബന്ധപ്പെട്ട് 1 മുതൽ 3 ചോദ്യങ്ങൾ വരെ പ്രതീക്ഷിക്കാവുന്നതാണ്. കർവ് ഫിറ്റിംഗ്, സമാശ്രയ രേഖകൾ അഥവാ റിഗ്രഷൻ ലൈൻസ് എന്നിവയും ഈ മൊഡ്യൂളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. HST മാത്തമാറ്റിക്സ് പരീക്ഷയുടെ 7ാം മൊഡ്യൂളിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് കോഴിക്കോട് ടീച്ചേഴ്സ് അക്കാദമിയുടെ മാത്തമാറ്റിക്സ് കോഴ്സ് കോർഡിനേറ്റർ അക്ഷയ് കുമാർ. നാളെ HST മാത്തമാറ്റിക്സ് പരീക്ഷയുടെ 8ാം മൊഡ്യൂളിനെ കുറിച്ചുള്ള അധ്യായം കേൾക്കാം. എക്സാം കാപ്സ്യൂൾ.